ഹലോ, എല്ലാവരും സുഖമായിരിക്കണോ? ഞാനിവിടെ ഒരു കുഞ്ഞി ലൈഫ് സ്റ്റോറിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ സ്വന്തം ജീവിതത്തിലെ കഥ. എനിക്കെങ്ങനെയാണ് സിനിമ സിനിമ പ്രാന്ത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. ഇപ്പം എനിക്ക് എന്നെക്കാളും സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞങ്ങളിപ്പോൾ എല്ലാ സിനിമയും കയറി ഇറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറയാറുള്ള കാര്യം തന്നെ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ സിനിമ പോണ മെമ്മറീസ്. ഞാൻ എല്ലാവരെ പോലെ തന്നെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയും കൂടിയാണ് സിനിമ കാണാൻ പോയി തുടങ്ങിയത്. പക്ഷെ പറയാനുള്ളത് കൂടുതൽ മെമ്മറീസ് അത് പോകുന്ന വണ്ടി അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പം സ്വന്തമായി കാറിൽ ഇവിടെ ഫ്രണ്ടിൽ ഇരുന്ന് പോകുമ്പോഴും നാട്ടിലെ അച്ഛൻ്റെയും അനിയൻ്റെയും കാറിൽ ഇരുന്ന് പോകുമ്പോഴും ഞാൻ ഓർക്കുന്നത് അച്ഛൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ അച്ഛൻ്റെ ഓട്ടോ ലോഡർ വണ്ടിയിൽ അതിൻ്റെ പുറകിലിരുന്ന് ആകാശത്തിൻ്റെ നക്ഷത്രവും ചന്ദ്രനെയും കണ്ട് കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ട് ചെടികളൊക്കെ പിടിച്ച് വലിച്ചിട്ടും ഉള്ള ആ മെമ്മറീസൊക്കെയാണ്. ഞാൻ അനിയനും പിന്നെ കസിൻസിൻ്റെ കൂടെ. കാരണം സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോവുക മാമനും വലിയച്ഛനാണ്. മാമനാ വലിയച്ഛൻ, അതായത് എൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് എല്ലാ കസിൻസും വീട്ടിലേക്ക് വരും. അവരെ കൂടെ അവരെയും കൊണ്ടുപോയി അവരും ഞങ്ങളുടെ പോലെ തന്നെ പുറകിലിരുന്ന് സിനിമ കാണാൻ പോവും. അതൊക്കെ ഒരു നല്ല മെമ്മറീസ് ആണല്ലേ. നമ്മൾ വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നും. എൻ്റെ അച്ഛൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അത് എൻ്റെ അച്ഛനെ എല്ലാ തരത്തിലും എൻ്റെ അച്ഛനായിരിക്കും റോൾ മോഡൽ. അച്ഛനെക്കുറിച്ച് പറയാൻ നിന്നാൽ ഒരുപാട് പറയേണ്ടി വരും. അത് വേറെ വീഡിയോ ആക്കണതാണ് നല്ലത്. എന്തായാലും എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു ഓണ്ടർപ്രണറാണ്. ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. അങ്ങനെ എന്താ പറയുക, ഒരു സിനിമ ലൈഫ് മെമ്മറീസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ ഈ സംഭവ വികാസങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ അതേമാതിരി എൻ്റെ ഇതേമാതിരത്തെ കൊച്ചു കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാവേ. അപ്പോൾ ബൈ.